നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടതും അത് മറികടന്നതും വിവരിച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവും രംഗത്ത്. നിങ്ങൾ എഴുതിയ ഓരോ വാക്കും ഹൃദയസ്പർശിയാണെന്ന് വി.ഡി. സതീശൻ. കഴിഞ്ഞ ദിവസം തന്നെ കാണാനെത്തിയ ഒരാൾ നിറത്തെ കൂട്ടുപിടിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ചീഫ് സെക്രട്ടറിയെ തുറന്നെഴുത്തിന് പ്രേരിപ്പിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ശാരദാ മുരളീധരൻ അധിക്ഷേപം നേരിട്ടത് പങ്കുവച്ചത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഇതിപ്പോൾ ഒരു നിസ്സാര കക്ഷിയല്ല ഇപ്പം ഇത് പറയുന്നത്, നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ്. അവിടെ പോലും ചീഫ് സെക്രട്ടറിക്ക് പോലും ഈ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ പേരിൽ ഒരു വേദന ഉളവാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകുന്നു, താരതമ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇരുണ്ട കാലമായിരുന്നു അവരുടേത് എന്നുള്ള തരത്തിലേക്ക് ചീഫ് സെക്രട്ടറി എന്ന പദവിയെ പോലും ആക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നു, അതിന് നിറത്തെ കൂട്ടുപിടിക്കുന്നു. എങ്ങനെ വിശദീകരിക്കാം നമുക്കിതിനെ? മാർഷൽ, 2025 ആണ്ടിൽ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ജാള്യത എനിക്കുണ്ട്. ഏതായാലും ഇതൊരു സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായതുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇന്നലെയാണ് തനിക്കെതിരെ ഉണ്ടായ ഒരു അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് രാവിലെ അതുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പ് താൻ ഇട്ടിരുന്നു, അത് പിൻവലിച്ചു. അതിനുശേഷം അഭ്യുദയകാംക്ഷികളൊക്കെ അത് നിലപാട് വ്യക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് വീണ്ടും താൻ ആ കുറിപ്പ് ഒരിക്കൽ കൂടി പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിശദമായ കുറിപ്പ്. അതിൽ പറഞ്ഞിരുന്നത്, അതല്ലെങ്കിൽ ആ കുറിപ്പിന് ആധാരമായത്, കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയെ വന്ന് കണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തി, അദ്ദേഹം അവരെ നിറവുമായി കൂട്ടുപിടിച്ചുകൊണ്ട് അധിക്ഷേപകരമായ ഒരു പരാമർശം നടത്തിയതാണ്. അതായത് തൻ്റെ പ്രവർത്തനങ്ങൾ കറുപ്പ് ആണെന്നും തൻ്റെ മുൻഗാമിയായ ഭർത്താവ് കൂടിയായ വി വേണുവിൻ്റെ പ്രവർത്തനങ്ങൾ വെളുപ്പുമായിരുന്നു എന്നുള്ളൊരു പരാമർശമാണ്. അതിൽ ശാരദാ മുരളീധരനെ അത് വലിയ തോതിൽ മാനസികമായി ബാധിച്ചു എന്ന് തന്നെ അവർ ആ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം കറുപ്പ് എന്നുള്ള ഒരു നിറത്തിൻ്റെ ഭംഗിക്കുറവല്ല, അല്ലെങ്കിൽ ആ ഭംഗിക്കുറവ് എന്നുള്ള ധ്വനി മാത്രമല്ല അതിലുള്ളത്. കറുപ്പ് എന്നുള്ള ഒരു നിറത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരാളുടെ കഴിവിനെയും പ്രവർത്തനത്തെയും ഒക്കെ നികൃഷ്ടമായ രീതിയിൽ അധിക്ഷേപിക്കുന്നു എന്നുള്ള ഒരു ധ്വനി കൂടി ആ പരാമർശത്തിലുണ്ട്. അതാണ് തന്നെ ആഴത്തിൽ ബാധിച്ചതെന്ന് ആ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, അത്രയും നിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിലുള്ള ഒരു പരാമർശം എന്ന ധ്വനി കൂടിയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ ശാരദാ മുരളീധരൻ പങ്കുവെക്കുന്നത്. ഏതായാലും തൻ്റെ നിലപാട്, അല്ലെങ്കിൽ കറുപ്പിനോടുള്ള തൻ്റെ നിലപാട് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു ഭാഷാ പ്രയോഗത്തിലൂടെ കൂടിയാണ് അവർ ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതിൽ പ്രപഞ്ചത്തിൻ്റെ ഉള്ളാഴങ്ങളിലുള്ള നിറം കറുപ്പാണെന്നും എല്ലാത്തിനെയും ആഗിരണം ചെയ്യാനുള്ള ഊർജ്ജമാണ് കറുപ്പെന്നും ഒക്കെ അവർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും താൻ വളരെ ബാല്യകാലം മുതൽ ഈ കറുപ്പുമായി ബന്ധപ്പെട്ട അധിക്ഷേപത്തിനിരയായതും അത് തന്നെ മാനസികമായി എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിഷമകരമായ അവർ നേരിട്ട സന്ധികൾ കൂടി ഈ കുറിപ്പിൽ വ്യക്തമാകുന്നുണ്ട്. അതിലേറ്റവും നമുക്ക് ഹൃദയസ്പർശിയായി തോന്നുന്നത്, 4 വയസ്സുള്ളപ്പോൾ അമ്മയോട് തന്നെ ഒരിക്കൽ കൂടി ഗർഭപാത്രത്തിലേക്ക് തിരിച്ചെടുത്ത് വെളുപ്പ് നിറമാക്കി സുന്ദരിക്കുട്ടിയായി ഒന്നുകൂടി ജനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കേണ്ടി വന്നപ്പോൾ അവർ എന്തുമാത്രം അത്തരത്തിലുള്ള ഒരു മാനസിക പിരിമുറുക്കം അതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു എന്നുകൂടി വ്യക്തമാണ്. പക്ഷേ അവർ ആ കുറിപ്പിൻ്റെ അവസാനം ആശ്വസിക്കുന്നത്, തൻ്റെ മക്കൾക്ക് പക്ഷേ ഈ നിലപാടൊന്നുമല്ല, അവർ കറുപ്പിനെ അഗാധമായി സ്നേഹിക്കുന്നു, അതിൽ നീതി കണ്ടെത്തുന്നു, അതിൽ അവർ ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് നിർത്തുന്നത്. ഏതായാലും വലിയ പിന്തുണയാണ് ശാരദാ മുരളീധരന് ഈ കുറിപ്പുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവർ നേരിട്ട പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കം പിന്തുണ അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ടുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി. മാത്രമല്ല, ശാരദാ മുരളീധരൻ്റെ കുറിപ്പിന് താഴെയൊക്കെ വളരെ പിന്തുണയോടെയുള്ള അഭിപ്രായമാണ് അവരെ അറിയിക്കുന്നത്. ഏതായാലും പക്ഷേ ഇത്തരം ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തി അവരുടെ മുന്നിൽ, അവരുടെ ഓഫീസിൽ എത്തി എന്നുള്ളത് നമ്മളെ നാണിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. അത്തരം ചിന്തയുള്ള ഒരുപാട് പേർ ഉന്നത സ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നത മേഖലകളിൽ വിരാജിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഇത്തരം ചിന്തകളുടെ ഒരു പ്രളയമുണ്ട് എന്ന് കാട്ടിത്തരുക കൂടിയാണ് ശാരദാ മുരളീധരൻ തൻ്റെ കുറിപ്പിലൂടെ. മാർഷൽ.